അങ്ങനെ ജയകൃഷ്ണൻ വന്നിരുന്നതോടെ ഭഗീരഥി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. കറികൾ ഓരോന്നും വിളമ്പുന്നതിനിടെ ഭഗീരഥി നാണിയമ്മയോട് ജയകൃഷ്ണന് ഇഷ്ടമുള്ള പുളിശ്ശേരിയും തീയലും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അതോടെ നാണിയമ്മ അതെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ ഭഗീരഥി നാണിയമ്മയെ വിലക്കിക്കൊണ്ട് നാണിയമ്മയോട് "അവൾ അവിടെയില്ലേ" എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നാണിയമ്മ ഉണ്ടെന്ന് മറുപടിയും പറഞ്ഞു. അതോടെ ഭഗീരഥി തെല്ല് ദേഷ്യത്തോടെ "എന്നാൽ അവളോട് പറ ആ കറികളൊക്കെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാൻ." ഭഗീരഥി അവളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അവിടെയിരുന്ന ജയകൃഷ്ണനൊഴികെ മറ്റെല്ലാവർക്കും മനസ്സിലായി. തുടർന്ന് ഭഗീരഥി ദേവൂട്ടിയെ അവിടേക്ക് വിളിക്കുന്നു. നാണിയമ്മയെ വിട്ട് വിളിപ്പിച്ചു. ഭഗീരഥി ഇപ്പോൾ ദേവൂട്ടിയെ അവിടേക്ക് വിളിച്ചത് ഒരു സീനുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം അത് മറ്റൊന്നുമായിരുന്നില്ല, ജയകൃഷ്ണൻ കാണുകെ മറ്റുള്ളവർക്ക് മുന്നിൽ ദേവൂട്ടിയെ തരം താഴ്ത്തി രസിക്കാനായിരുന്നു. എന്നാൽ ഭഗീരഥിയുടെ ആ ഉദ്ദേശം മനസ്സിലാക്കിയ നാണിയമ്മ ഭഗീരഥിയോട് അത് വേണമോ, താൻ തന്നെ കൊണ്ടുവന്ന് വിളമ്പിയാൽ പോരെ എന്ന് ചോദിച്ചു. എന്നാൽ ഭഗീരഥി അത് വിലക്കിക്കൊണ്ട് "അവൾ അവിടെ എന്തിനു നിൽക്കുകയാണ്? നാണിയമ്മ വേഗം പോയി അവളോട് വരാൻ പറ." അതോടെ നാണിയമ്മ ദേവൂട്ടിയുടെ അടുത്തെത്തി കാര്യം പറഞ്ഞു. അത് കേട്ട ദേവൂട്ടി നാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ നാണിയമ്മയ്ക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ജയകൃഷ്ണന് മുന്നിൽ ചെല്ലാൻ അവൾക്കെന്തോ കഴിയില്ല എന്നതായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നാണിയമ്മയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? അവർ സഹതാപത്തോടെ ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവളോട് തനിക്കൊപ്പം ആ കറിയുമെടുത്ത് വരാൻ പറഞ്ഞു. അതോടെ ദേവൂട്ടി നാണിയമ്മയ്ക്ക് പിന്നാലെ ഒരു പാത്രത്തിൽ കറിയുമായി ഡൈനിങ് മുറിയിലേക്ക് നടന്നു. ഈ സമയം ഡൈനിങ് ടേബിളിൽ മറ്റുള്ളവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ജയകൃഷ്ണൻ താൻ ഇവിടേക്ക് വന്നിട്ട് ഇതുവരെ ദേവൂട്ടിയെ കാണാത്ത വിഷമത്തിൽ തനിക്കു മുന്നിൽ വിളമ്പിവച്ച ഭക്ഷണത്തിനു മുന്നിൽ മനസ്സില്ലാ മനസ്സുമായി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടെ അറിയാതെ ജയകൃഷ്ണൻ കിച്ചന്റെ നേർക്കൊന്ന് നോക്കി. ആ ഒരു കാഴ്ച കണ്ട് ജയകൃഷ്ണന്റെ ഹൃദയം സ്തംഭിച്ചുപോയി. അവന്റെ കണ്ണുകൾക്ക് ആ ഒരു കാഴ്ച വിശ്വസിക്കാൻ വല്ലാതെ പ്രയാസം തോന്നി. അതുകൊണ്ട് തന്നെ കണ്ണിമ പോലും ഒന്നും വെട്ടാതെ അവൻ അവിടേക്ക് തന്നെ നോക്കി നിന്നുപോകുന്നു. അങ്ങനെ നോക്കിയിരിക്കുന്ന ജയകൃഷ്ണന്റെ ചുണ്ടുകൾ പതിയെ ചലിച്ചു. "ഇത് തന്റെ ദേവൂട്ടിയല്ലേ?" "അതെ, ഇത് തന്റെ ദേവൂട്ടി തന്നെ." "അതെ, അത് അവന്റെ ദേവൂട്ടിയായിരുന്നു." അവളെ കണ്ടാണ് അവൻ ഷോക്കേറ്റതുപോലെ ഇരുന്നു പോയത്. നാണിയമ്മയ്ക്ക് തൊട്ടു പിന്നാലെ കുനിഞ്ഞ ശിരസ്സുമായി അടുക്കളയിൽ നിന്നും ഒരു പാത്രത്തിൽ അവർക്കുള്ള കറിയുമായി അവിടേക്ക് നടന്നു വരികയാണ് ദേവൂട്ടി. അവൻ ഇതുവരെ കാണാൻ കൊതിയോടെ കാത്തിരുന്ന അവന്റെ ദേവു. എന്നാൽ ഇവിടെ ദേവൂട്ടിയെ കണ്ട് ജയകൃഷ്ണന്റെ ഹൃദയം വിങ്ങിപ്പോയി. കാരണം അന്ന് താൻ മുറിയിലാക്കി പോയപ്പോൾ കണ്ട ആ ദേവൂട്ടിയായിരുന്നില്ല ഇപ്പോൾ അവന്റെ മുന്നിൽ വന്നു നിന്ന ഈ ദേവൂട്ടി. താൻ ഹോസ്പിറ്റലിലായ ആ 15 ദിവസം കൊണ്ട് അവൾ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അല്ല, തന്റെ വീട്ടുകാർ അവളെ ആകെ മാറ്റിയെടുത്തിരിക്കുന്നു. അങ്ങനെ ദേവൂട്ടിയെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ ഇത് തന്റെ ദേവൂട്ടി തന്നെയാണോ അതോ എന്ന അവൻ പലതവണ അവനോട് തന്നെ സ്വയം ചോദിച്ചു പോകുന്നു. അവന്റെ ആ ചോദ്യത്തിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, എണ്ണമയമില്ലാതെ പാറിപ്പറന്നു കിടക്കുന്ന മുടിയിഴകൾ, ചുവന്നു തുടുത്ത കവിളുകൾ കറുത്തു കരുവാളിച്ചിരിക്കുന്നു. ആരെയും ആകർഷിക്കുന്ന ആ മനോഹരമായ കണ്ണുകൾ ജീവൻ നിലച്ചതുപോലെ, കൺതടങ്ങൾ കുഴിഞ്ഞു കറുത്തിരുണ്ടിരിക്കുന്നു. ചുണ്ടുകൾ വെള്ളമയമില്ലാതെ ഉണങ്ങി വരണ്ടതുപോലെ. അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകളാകട്ടെ വളരെ പഴയതും ഒപ്പം മുഷിഞ്ഞതുമായ വേഷം. ആകെ മൊത്തം വല്ലാത്ത ഒരു കോലം. അവളുടെ ആ രൂപമാറ്റം കണ്ട് ജയകൃഷ്ണന്റെ ഹൃദയം പിടഞ്ഞു. ഇത് തന്റെ ദേവൂട്ടിയാണോ എന്ന് അവൻ വീണ്ടും വീണ്ടും അവനോട് തന്നെ ചോദിച്ചു പോകുന്നു. തന്റെ ദേവൂട്ടിക്ക് എന്താണ് സംഭവിച്ചത്? തന്റെ വീട്ടുകാർ എല്ലാവരും കൂടി താൻ ഇല്ലാതിരുന്ന ഈ ദിവസങ്ങളിൽ അവളെ ഈ വീട്ടിലെ വേലക്കാരിയാക്കിയിരിക്കുന്നു എന്നതിനുമപ്പുറം ഒരു ഭിക്ഷക്കാരിയേക്കാൾ കോലം കെട്ട രൂപത്തിലാക്കിയിരിക്കുന്നു അവർ തന്റെ ദേവൂട്ടിയെ. ജയകൃഷ്ണൻ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിശബ്ദനായി അവളെ തന്നെ നോക്കിയിരുന്നു. ഈ സമയം അവന്റെ മനസ്സിൽ "ഭഗവാനെ, ഇത് കാണാനാണോ നീ എനിക്ക് വീണ്ടും ജീവൻ തന്നത്" എന്ന് സ്വയം പറഞ്ഞു പോകുന്നു. ഒപ്പം അവന്റെ ഹൃദയം വിങ്ങിക്കരഞ്ഞു. തുടർന്ന് തനിക്കു മുന്നിൽ നിൽക്കുന്ന ദേവൂട്ടിയെ നോക്കി അങ്ങനെ ഇരുന്നു പോകുന്നു അവൻ. എന്നാൽ അവിടേക്ക് വന്ന ദേവൂട്ടിയാകട്ടെ ആരെയും ശ്രദ്ധിക്കാതെ ആ മുഖമൊന്നും ഉയർത്താതെ
അവൾ കൊണ്ടുവന്ന കറികൾ ഭഗീരഥിയുടെ നിർദ്ദേശപ്രകാരം ജയകൃഷ്ണന് വിളമ്പിക്കൊടുത്തു. ജയകൃഷ്ണന്റെ അടുത്തെത്തി അവന് കറികൾ വിളമ്പുന്നതിനിടെ ഒരിക്കൽ പോലും അവൾ ജയകൃഷ്ണനെ ഒന്ന് നോക്കിയിരുന്നില്ല. എന്നാൽ ജയകൃഷ്ണനാകട്ടെ തൻ്റെ അടുത്തു നിന്ന ദേവൂട്ടിയെ കണ്ണിമ വെട്ടാതെ നോക്കി അങ്ങനെ ഇരുന്നു. ഒടുവിൽ കറികളെല്ലാം വിളമ്പിക്കൊടുത്ത ശേഷം അവൾ അവിടെ നിന്നും അകത്തേക്ക് പോയി. അവൾ അവിടെ നിന്നും പോയതും ജയകൃഷ്ണൻ ഭഗീരഥിയുടെ മുഖത്തേക്കൊന്ന് നോക്കി കൊണ്ട് ഭഗീരഥിയോട് തങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ദേവൂട്ടിയെ വിളിക്കാൻ പറയുന്നു. എന്നാൽ അത് കേട്ട ഭഗീരഥി പെട്ടെന്ന് ആ കോലം കെട്ടുനിൽക്കുന്ന അവൾ ഇവിടെ എല്ലാവർക്കുമൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനോ? അതുമാത്രമല്ല, അവൾ കൂടി ഇവിടെ വന്നിരുന്നാൽ ആരാണ് പിന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്? അതുകൊണ്ട് അത് വേണ്ട. അവൾ എന്നും ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നാമ്പുറത്ത് നാണിയമ്മയ്ക്കൊപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് ആ പതിവ് ഇനി മാറ്റേണ്ടതില്ല. അവൾ നാണിയമ്മയ്ക്കൊപ്പം പോയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളും. തൽക്കാലം നീ മറ്റൊന്നും ചിന്തിക്കാണ്ട് ഭക്ഷണം കഴിക്കേ. യാതൊരുവിധ കൂസലുമില്ലാതെ ഭഗീരഥി പറഞ്ഞു നിർത്തുന്നു. ഈ സമയം അത് കേട്ടിരുന്ന ജയകൃഷ്ണന്റെ ഹൃദയം വല്ലാതെ തകർന്നുപോയി. എന്നാൽ ഇവിടെ ഇതെല്ലാം കേട്ട് മറ്റൊരു കൂട്ടർ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷിക്കുന്നവർ ആരാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ സമയം അടുക്കളയിൽ ഭഗീരഥി പറഞ്ഞതെല്ലാം കേട്ട് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഭിത്തിയിൽ ചാരി കണ്ണീരുമായി ദേവൂട്ടി നിന്നു. ദേവൂട്ടിയുടെ ചങ്കുപൊട്ടി കണ്ണീരിൽ കുതിർന്നുള്ള ആ നിൽപ്പുകണ്ട് നാണിയമ്മയ്ക്ക് സങ്കടം സഹിച്ചില്ല. അവർ ആരോടെന്നല്ലാതെ പറഞ്ഞു, ഈ മിണ്ടാപ്രാണിയായ സാധുവിനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നതിന് ഇവരൊക്കെ എണ്ണി എണ്ണി അനുഭവിക്കും തീർച്ച. നാണിയമ്മ മനസ്സുരുകി അവരെയെല്ലാം ശപിച്ചു. ഈ സമയം എല്ലാം കണ്ടും കേട്ടും ഇരുന്ന ജയകൃഷ്ണനാകട്ടെ വിളമ്പി വെച്ച ഭക്ഷണം അല്പം പോലും കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. അത് കണ്ട ഭഗീരഥി, ഓ, ഭാര്യയെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട് കാണില്ല, അതാണ് എഴുന്നേറ്റ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഒടുവിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയത് നാണിയമ്മയും ദേവൂട്ടിയും കൂടി അവർ എല്ലാവരും കൂടി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. തുടർന്ന് അവർ എന്നും ചെയ്യാറുള്ള മറ്റു ജോലികളെല്ലാം ഒതുക്കി വെച്ചു. അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞതും നാണിയമ്മ ജയകൃഷ്ണനെ കാണാനായി മുകളിൽ അവൻ്റെ മുറിയിലെത്തി. ഈ സമയം നാണിയമ്മയ്ക്കൊപ്പം അവരുടെ നിർബന്ധപ്രകാരം ദേവൂട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുവരും കൂടി ജയകൃഷ്ണന്റെ മുറിയിലെത്തി. ഈ സമയം കട്ടിലിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുകയാണ് ജയകൃഷ്ണൻ. നാണിയമ്മ ജയകൃഷ്ണന്റെ അടുത്തെത്തി അവനെ വിളിച്ചു, കുഞ്ഞേ. നാണിയമ്മയുടെ ആ വിളി കേട്ട് കണ്ണു തുറന്ന ജയകൃഷ്ണൻ നോക്കുമ്പോൾ കണ്ടത് തൻ്റെ മുന്നിൽ ദേവൂട്ടിയും നാണിയമ്മയും നിൽക്കുന്നതാണ്. അതോടെ അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. തുടർന്ന് നാണിയമ്മയുമായി സംസാരിച്ചു. നാണിയമ്മ ജയകൃഷ്ണനുണ്ടായ അപകടത്തെക്കുറിച്ചും ആശുപത്രി കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ജയകൃഷ്ണനോട് സംസാരിക്കുന്നു. നാണിയമ്മയുടെ ചോദ്യങ്ങൾക്കെല്ലാം അവൻ മറുപടി പറഞ്ഞു. ഈ സമയം അവർ തമ്മിലുള്ള സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഒരു പരിചയമില്ലാത്ത അന്യയായ ഒരു പെൺകുട്ടിയെപ്പോലെ ദേവൂട്ടി ദൂരെ മാറി ആ ഭിത്തിയിൽ ചാരി ഒഴിഞ്ഞങ്ങനെ നിന്നു. എന്നാൽ ഇവിടെ നാണിയമ്മയുമായി സംസാരിക്കുമ്പോൾ ജയകൃഷ്ണന്റെ കണ്ണുകൾ പക്ഷേ തന്നെ ശ്രദ്ധിക്കാതെ ഒരു പരിചയമില്ലാത്തവരെ പോലെ ദൂരെ മാറി നിൽക്കുന്ന ദേവൂട്ടിയുടെ മേൽ ആയിരുന്നു. പക്ഷേ ദേവൂട്ടിയാകട്ടെ അവൾ ഒരിക്കൽ പോലും ജയകൃഷ്ണന്റെ നേർക്കൊന്നും നോക്കിയതേയില്ല. തുടർന്ന് അല്പനേരം നീണ്ടുനിന്ന സംസാരങ്ങൾക്ക് ശേഷം ഒടുവിൽ നാണിയമ്മ ജയകൃഷ്ണനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ ഇവിടെ അവിടെ നിന്നും ഇറങ്ങിയ നാണിയമ്മയ്ക്കൊപ്പം തന്നെ ദേവൂട്ടിയും പുറത്തേക്കിറങ്ങി. അതുകണ്ട ജയകൃഷ്ണന്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഈ നേരം അത്രയും തനിക്ക് മുന്നിൽ നിന്നിട്ട് തന്നെയൊന്നും നോക്കാതെ തന്നോടൊന്നും പറയാതെ നാണിയമ്മയ്ക്കൊപ്പം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ദേവൂട്ടിയെ കണ്ട് അറിയാതെ ജയകൃഷ്ണൻ അവളെ വിളിച്ചുപോയി, ദേവൂ. ജയകൃഷ്ണന്റെ ആ വിളി കേട്ടതും ദേവൂട്ടി അവൾ അറിയാതെ പെട്ടെന്ന് അവിടെ തന്നെ നിന്നു പോകുന്നു. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവൾ അവൻ്റെ നേർക്കൊന്നും നോക്കിയതേയില്ല. തുടർന്ന് അങ്ങനെ നിന്ന് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. അതോടെ ജയകൃഷ്ണൻ എന്തു ചെയ്യണമെന്നറിയാതെ വാതിലിന് നേർക്ക് നോക്കി നിശബ്ദനായി അങ്ങനെ നിന്നു പോകുന്നു. അന്ന് വൈകിട്ട് 3 മണിയോടെ ദേവൂട്ടി വീണ്ടും ജയകൃഷ്ണന്റെ മുറിയിലെത്തി. ഭഗീരഥിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവൾ മുറിയിലെത്തിയത്. അവൾ മുറിയിലെത്തി ബാത്റൂമിലെ ഹീറ്റർ ഓണാക്കി ഇട്ട ശേഷം പുറത്തേക്കിറങ്ങി. അപ്പോഴും ജയകൃഷ്ണൻ കട്ടിലിൽ
കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ണുകളടച്ച് ഉറങ്ങാതെ വെറുതെ കിടക്കുന്ന ജയകൃഷ്ണൻ ദേവൂട്ടി മുറിയിൽ വന്നതും ബാത്റൂമിലെ ഹീറ്റർ ഓണാക്കി വെള്ളം ചൂടാക്കിയതുമെല്ലാം അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തോ അവളെ ഒന്ന് നോക്കാൻ അവനും തോന്നിയില്ല. തൻ്റെ ജോലികളെല്ലാം ചെയ്തതിനു ശേഷം കട്ടിലിൽ കണ്ണുകളടച്ച് കിടക്കുന്ന ജയകൃഷ്ണനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ ഹാളിലേക്ക് നടന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഭഗീരഥി ജയകൃഷ്ണൻ്റെ മുറിയിലെത്തി ജയകൃഷ്ണനോട് മേൽ കഴുകാൻ ആവശ്യപ്പെട്ടു. അതോടെ ജയകൃഷ്ണൻ എതിർപ്പൊന്നും പറയാതെ മേൽ കഴുകാനായി ബാത്റൂമിൽ കയറി. ഈ സമയം ദേവൂട്ടി വീണ്ടും ആ മുറിയിലെത്തി. മേൽ കഴുകി വരുന്ന ജയകൃഷ്ണനെ മാറിയിടാനുള്ള ഡ്രസ്സുകളെടുത്ത് കട്ടിലിൽ വച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ജയകൃഷ്ണൻ നോക്കുമ്പോൾ കണ്ടു കട്ടിലിൽ തനിക്ക് മാറിയിടാനുള്ള ഡ്രസ്സ് മടക്കി വെച്ചിരിക്കുന്നത്. ജയകൃഷ്ണൻ അതെടുത്തു. ഈ സമയം ആ ഡ്രസ്സിനുള്ളിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം കട്ടിലിൽ നിന്നും താഴേക്ക് നിലത്ത് വീണു. അപ്പോൾ ആ പേപ്പർ കഷ്ണം ജയകൃഷ്ണൻ എടുത്തു തുറന്നു നോക്കി. അപ്പോൾ കണ്ടു അതിൽ എന്തോ എഴുതിയിരിക്കുന്നു. അതോടെ അതൊരു കത്താണെന്ന് ജയകൃഷ്ണന് മനസ്സിലായി. തുടർന്ന് അവൻ ആ കത്ത് വായിച്ചു. എൻ്റേത് മാത്രമായ ജയേട്ടന്, ഒരുപാടൊന്നും എഴുതാനും പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ അതെനിക്ക് ജയേട്ടനോട് പറയണമെന്നുണ്ട്. അത് പറയും മുമ്പേ ഞാൻ ജയേട്ടനോട് 1000 തവണ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എന്നെ ജയേട്ടൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. തിരിച്ച് എനിക്കും ജയേട്ടനോട് അത്ര തന്നെ സ്നേഹമാണ്. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം എനിക്ക് ഈ ഭൂമിയിൽ ജനിച്ചു ജീവിക്കാൻ ദൈവം അവസരം തന്നാൽ എനിക്ക് ജയേട്ടൻ്റെ ഭാര്യയായി തന്നെ ജീവിച്ചു മരിക്കാനാണ് ആഗ്രഹം. പക്ഷേ ഞാൻ കാരണം, എൻ്റെ ജാതകത്തിലെ ദോഷം കാരണം എൻ്റെ ജയേട്ടന് ഒരാപത്തുണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ജയേട്ടന് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടം അതങ്ങനെ സംഭവിച്ചതാണ്. നാണിയമ്മയടക്കം സകലരും എന്നോട് പറഞ്ഞത് അത് മാത്രമല്ല, ഇനിയും ഞാൻ ജയേട്ടനൊപ്പം നിന്നാൽ ജയേട്ടന് ഇതുപോലെയുള്ള ആപത്തുകൾ വീണ്ടും ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണല്ലോ അന്നത്തെ ആ അപകടം. എൻ്റെ നാൾ നോക്കിയ ജ്യോത്സ്യൻ എല്ലാ കാര്യങ്ങളും ജയേട്ടനോട് പറഞ്ഞതല്ലേ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ജയേട്ടൻ ഇക്കാര്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു. എന്നെ കിട്ടാൻ വേണ്ടി വിവാഹവും നടത്തി. മതി, ഇനി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ ആഗ്രഹിക്കുന്ന ജയേട്ടൻ്റെ ജീവന് ആപത്തു വരുന്ന ഒരു ജീവിത സുഖവും എനിക്ക് വേണ്ട. അതിനാൽ നമ്മുടെ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ സ്വയം പിന്മാറുകയാണ്. സഹിക്കാൻ കഴിയില്ല. ജയേട്ടന് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടം അത് അങ്ങനെ സംഭവിച്ചതാണെന്നാണ് നാണിയമ്മയടക്കം സകലരും എന്നോട് പറഞ്ഞത്. അതുമാത്രമല്ല, ഇനിയും ഞാൻ ജയേട്ടനൊപ്പം നിന്നാൽ ജയേട്ടന് ഇതുപോലെയുള്ള ആപത്തുകൾ വീണ്ടും ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നു. അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണല്ലോ അന്നത്തെ ആ അപകടം. എൻ്റെ നാൾ നോക്കിയ ജ്യോത്സ്യൻ എല്ലാ കാര്യങ്ങളും ജയേട്ടനോട് പറഞ്ഞതല്ലേ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ള ജയേട്ടൻ ഇക്കാര്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു. എന്നെ കിട്ടാൻ വേണ്ടി ഒടുവിൽ വിവാഹവും നടത്തി. മതി, ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയേട്ടൻ്റെ ജീവൻ ആപത്ത് വരുന്ന ഒരു ജീവിത സുഖവും എനിക്ക് വേണ്ട. അതിനാൽ നമ്മുടെ ഈ ബന്ധത്തിൽ നിന്നും ഞാൻ സ്വയം പിന്മാറുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അപ്പായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് കിട്ടി അപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പായ്ക്കൊപ്പം തിരികെ എൻ്റെ നാട്ടിലേക്ക് പോകും. അതുവരെ ഇങ്ങനെയൊരു അകൽച്ച നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ബാക്കി പൂർത്തിയാക്കാതെ കുറേ ഭാഗം അങ്ങനെ വെറുതെ വിട്ടു. ശേഷം വീണ്ടും തുടർന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവിവേകമാണെങ്കിൽ പൊറുക്കുക. അത് മറ്റൊന്നുമല്ല. ഇവിടെ ജയേട്ടൻ്റെ വീട്ടുകാർ പറയുന്നത് പോലെ ജയേട്ടൻ്റെ നാളിന് ചേരുന്ന നക്ഷത്രമുള്ള നല്ല പെൺകുട്ടികളെ കണ്ടെത്തി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഇക്കാരണം പറഞ്ഞ് ജയേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊരു കരടായി കയറി വരികയില്ല. സത്യം എന്ന് സ്നേഹത്തോടെ ജയേട്ടൻ്റെ മാത്രം ദേവൂട്ടി. ദേവൂട്ടി എഴുതിയ ആ കത്ത് വായിച്ചു തീർന്നതും അവൻ കുറച്ചു നേരത്തേക്ക് നിന്നിടത്തു നിന്നും ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിശബ്ദനായി നിന്നു പോകുന്നു. അപ്പോൾ ആ മനസ്സിൽ സങ്കടത്തിൻ്റെ ഒരു ആഴക്കടൽ ആർത്തിരമ്പി. താൻ ഇതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിച്ച തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞതുപോലെ തോന്നി അവന്. അതോടെ ഒന്നുറക്കെ നിലവിളിച്ചു കരയാൻ ആ മനസ്സ് വെമ്പൽ കൊണ്ടു. അങ്ങനെ കുറേ നേരം പലതും ഓർത്തും ചിന്തിച്ചും അവൻ നിന്നു. തുടർന്ന് ആ ചിന്തകൾക്കിടയിൽ അവൻ്റെ മനസ്സിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ അപകടത്തിൽ താൻ മരിച്ചു പോയിരുന്നു
മരിച്ചു പോകുന്നതായിരുന്നു ഇതിലും നല്ലതെന്ന് അവന് തോന്നിപ്പോകുന്നു. ഒടുവിൽ ആ കത്ത് മടക്കി സൂക്ഷിച്ച് വച്ചതിനു ശേഷം ആ മുറിയിൽ തന്നെ അങ്ങനെ ഇരുന്നു പോകുന്നു അവൻ. നേരം സന്ധ്യ മയങ്ങിത്തുടങ്ങി. ഇതിനിടെ നാണിയമ്മ വീണ്ടും ജയകൃഷ്ണനെ കാണാൻ അവൻ്റെ മുറിയിലെത്തി. ഇക്കുറി ജയകൃഷ്ണനെ കാണാൻ വന്ന നാണിയമ്മ ജയകൃഷ്ണൻ്റെ സുഖവിവരങ്ങൾ ചോദിച്ചറിയാനായിരുന്നില്ല വന്നത്. മറിച്ച് ആ അപകടത്തെ തുടർന്ന് ജയകൃഷ്ണൻ ഹോസ്പിറ്റലിൽ ആയ അന്നു മുതൽ ഈ വീട്ടിലെ സകലരും ചേർന്ന് ദേവൂട്ടിയോട് കാട്ടിക്കൂട്ടിയ തീരാപ്രവൃത്തികളെക്കുറിച്ച് പറയാനായിരുന്നു. ഒപ്പം ചെറുതായിട്ടാണെങ്കിലും അവനെ അല്പം ശകാരിക്കാനും. കാരണം ദേവൂട്ടിയുടെ ജാതകദോഷം അറിഞ്ഞിട്ടും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ വീട്ടുകാർക്ക് ചവിട്ടിയരയ്ക്കാൻ ഇട്ടുകൊടുത്തതിന് നാണിയമ്മ ജയകൃഷ്ണൻ്റെ അടുത്തെത്തി. അവൻ ആശുപത്രിയിൽ ആയ അന്നു മുതൽ ഇന്നുവരെയുള്ള ജയകൃഷ്ണൻ്റെ വീട്ടുകാർ ദേവൂട്ടിയോട് ചെയ്തു കൂട്ടിയ എല്ലാ തീരാപ്രവൃത്തികളും അവനോട് അക്കമിട്ട് പറയുന്നു. ഇടയ്ക്ക് ആശുപത്രിയിൽ അവനെ കാണാനെത്തിയ അവളെ ഒരു പട്ടിയെപ്പോലെ ആ ആശുപത്രി മുറ്റത്ത് നിന്നും ഭഗീരഥി ആട്ടിയിറക്കി വിട്ടതും, ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ അവളെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഭഗീരഥി ഈ മുറിക്കുള്ളിൽ വന്ന് ദേവൂട്ടിയുടെ കർണത്ത് മാറി മാറി തല്ലിയതും, പിന്നീട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചതും തുടങ്ങി അങ്ങനെ എല്ലാം അവർ ജയകൃഷ്ണനോട് പറയുന്നു. അത് പറയുമ്പോൾ ഇടയ്ക്ക് പലപ്പോഴും നാണിയമ്മയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. തുടർന്ന് അവർ വീണ്ടും പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണോ ആ പാവം മിണ്ടാപ്രാണിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ജയകൃഷ്ണനെ ശകാരിക്കുന്നു. ഇനിയെങ്കിലും ആ പാവത്തിനെ അവരിൽ നിന്നും രക്ഷിക്കാൻ അവനോട് കേണപേക്ഷിക്കുന്നു. തുടർന്ന് എല്ലാം പറഞ്ഞു നിർത്തിയ ശേഷം ജയകൃഷ്ണനോട് ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു കലഹമുണ്ടാക്കാനല്ല ഇതെല്ലാം പറഞ്ഞതെന്നും, മറിച്ച് ദേവൂട്ടിയെ അവരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നു. വളരെ ചെറുപ്പം മുതൽ തൻ്റെ സ്വന്തം വീട്ടുകാരെ അറിയുന്നതിനേക്കാൾ നാണിയമ്മയെ നന്നായി അറിയാവുന്ന ജയകൃഷ്ണൻ നാണിയമ്മ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം നാണിയമ്മയുടെ ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് മാപ്പ് പറയുന്നു. കാരണം ആ ഒരു നിമിഷം അവൻ നാണിയമ്മയിൽ കണ്ടത് ദേവൂട്ടിയെയും അവളുടെ അമ്മയെയുമായിരുന്നു. ഈ സമയം നാണിയമ്മ ജയകൃഷ്ണനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് തുടർന്നു, ഇതെല്ലാം കണ്ടും കേട്ടും പാവം ദേവൂട്ടി പേടിച്ചിരിക്കുകയാണ്. അതിനാലാകാം അവൾ ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നത്. ഈ നേരം വരെ ദേവൂട്ടി അവനെ കാണാൻ വരാത്തതിലും അവനോട് മിണ്ടാത്തതിലുമുള്ള ജയകൃഷ്ണൻ്റെ ആ വിഷമം മനസ്സിലാക്കി അവനെ സമാധാനപ്പെടുത്തുന്നു. ഒപ്പം മറ്റൊന്നുകൂടി അവർ ജയകൃഷ്ണനോട് പറഞ്ഞു. ജയകൃഷ്ണൻ വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇക്കാര്യങ്ങൾ പറയേണ്ടി വന്നതിൻ്റെ കാരണം, ഊമയായ ദേവൂട്ടിയിൽ നിന്നും ജയകൃഷ്ണൻ ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പോകുന്നില്ല എന്നു മാത്രമല്ല, ഈ നടന്നതെല്ലാം തൻ്റെ ജാതകദോഷമാണെന്ന് പറഞ്ഞ ദേവൂട്ടി എല്ലാം സ്വയം ഉള്ളിലൊതുക്കി വയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടുമാണ്. ഇക്കാര്യങ്ങൾ എത്രയും വേഗം തന്നെ അറിയിക്കാൻ കഴിയുന്നുവോ അത്രയും വേഗം തന്നെ ഇത് അറിയിക്കണമെന്ന് തോന്നി പറഞ്ഞതാണെന്നും പറയുന്നു. ഒടുവിൽ എല്ലാം പറഞ്ഞ ശേഷം ജയകൃഷ്ണനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നാണിയമ്മ അവിടെ നിന്നും ഇറങ്ങി. നാണിയമ്മ ആ മുറിയിൽ നിന്നും പോയിക്കഴിഞ്ഞതും നാണിയമ്മയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ജയകൃഷ്ണൻ്റെ മനസ്സിൽ ദേവൂട്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടവും സഹതാപവും തോന്നി. ഒപ്പം ദേവൂട്ടിയുടെ ഈ ഒരവസ്ഥയ്ക്ക് കാരണക്കാരൻ താനാണെന്നോർത്തപ്പോൾ സ്വയം കുറ്റബോധവും അവനോട് തന്നെ വെറുപ്പും തോന്നിപ്പോകുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി ജയകൃഷ്ണന് തൻ്റെ വീട്ടുകാരുടെ മനസ്സിൽ കൊണ്ട് തീർത്തും വെറുക്കപ്പെട്ടു പോകുന്നു. ഒപ്പം അവരോടെല്ലാം അവന് വല്ലാത്ത ദേഷ്യവും പകയും തോന്നി. കൂടാതെ അവൻ ആ മനസ്സിൽ കാര്യം അവൻ ഓർമ്മ വെച്ച നാൾ മുതൽ പലരോടും തൻ്റെ വീട്ടുകാർ കാട്ടാറുള്ള ദുഷ്ടപ്രവൃത്തികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ക്രൂരത കാട്ടുന്നവരാണ് തൻ്റെ വീട്ടുകാരെന്ന് അവൻ ഒട്ടും കരുതിയിരുന്നില്ല. മാത്രമല്ല അവർ ഈ ക്രൂരതകളൊക്കെ കാട്ടിയിരിക്കുന്നത് അവരുടെ മകൻ താലികെട്ടി ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയോടാണെന്ന ഒരു കാര്യം പോലും മറന്നുള്ള അവരുടെ പ്രവൃത്തികൾ കേട്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. പാവം തൻ്റെ ദേവൂട്ടി ആ വിഷജന്തുക്കളുടെ കൈകളിൽപ്പെട്ട് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ ആ നീചകൂട്ടങ്ങളെയെല്ലാം ചുട്ടുഭസ്മമാക്കാൻ പോകുന്നത്ര തരത്തിലുള്ള ഒരു അഗ്നിഗോളമായി തീർന്നു ആ മനസ്സും ശരീരവും. എന്നാൽ തൻ്റെ പകയും ദേഷ്യവും വിഷമവുമെല്ലാം അവൻ ഉള്ളിലൊതുക്കി ഒന്നും അറിയാത്ത ഒരാളെപ്പോലെ നിശബ്ദനായി അങ്ങനെ നിന്നു.